നമസ്കാരം. പശ്ചിമേഷ്യയുടെ ആകാശത്ത് ആശങ്കയുടെ കറുപ്പ് പടരാൻ തുടങ്ങിയിട്ട് ഒരു മാസത്തിൽ ഏറെയായിരിക്കുന്നു. പ്രവാസ ലോകത്ത് മാത്രമല്ല, നമ്മുടെ അടുക്കളകളിൽ പോലും ഇതിൻ്റെ വേവലാതി ദൃശ്യമാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇതുമായി ഒരു പരിപാടിയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. നമ്മോടൊപ്പം ഒത്തുചേരുന്നത് ബഹ്റിനിലെ മാധ്യമ മേഖലയിൽ ഏറെക്കാലത്തെ പരിചയസമ്പത്തുള്ള ഡെയിലി ട്രിബ്യൂൺ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൻ്റെയും അതുപോലെ തന്നെ ബഹ്റിനിൽ ഏറ്റവും അധികം ഡിജിറ്റൽ ഫോളോവേഴ്സുള്ള ന്യൂസ് ഓഫ് ബഹ്റിൻ്റെയും 4PM ന്യൂസിൻ്റെയും ഒക്കെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ പി ഉണ്ണികൃഷ്ണനാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. ബഹ്റിനിലെ മാധ്യമരംഗത്തും അതുപോലെ തന്നെ ഇവിടെയുള്ള ഔദ്യോഗിക ഗവൺമെൻറ് തലത്തിലുമൊക്കെ ഏറെക്കാലത്തെ പരിചയമുള്ളൊരു വ്യക്തിയാണ് താങ്കൾ. ഇത്തരമൊരു വലിയൊരു ആശങ്ക ഉള്ള ഒരു സമയത്ത് പ്രവാസികൾ അത്രത്തോളം ആശങ്കകുലരാകേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ അത് വെറുതെയാണോ എന്നതാണ് ആദ്യത്തെ ഒരു ചോദ്യം. എന്താണ് താങ്കൾക്ക് അതിനെപ്പറ്റി തോന്നുന്നത്? ഭയം ഒന്നിനും ഒരു പരിഹാരമല്ല പ്രതിഭ, പകരം വേണ്ടത് കരുതലാണ്. അപ്പോൾ നമ്മൾക്ക് പരിചിതമല്ലാത്ത ഒരു പുതിയ പ്രശ്നം കടന്നു വരുമ്പോഴാണ് നമ്മുടെ ഒരു കംഫർട്ട് സോൺ നമ്മൾ പലപ്പോഴും ബ്രേക്ക് ചെയ്യപ്പെടുന്നത്. നമ്മളിതുവരെ കാണാത്ത ഒരു കാര്യമാണ് യുദ്ധം എന്നുള്ളത്. അങ്ങനെ ഒരു യുദ്ധഭൂമിയിലേക്ക് നമ്മൾ പതുക്കനെ നീങ്ങി തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും പലരിലും ഭയം പടരുന്നുണ്ട്. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ ബഹ്റിനിൽ ഡയറക്റ്റ് അറ്റാക്കിൽ ആരും കൊല്ലപ്പെട്ടുകയോ മരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പകരം ഡെബ്രി വീണിട്ടാണ് മരിച്ചിട്ടുള്ളത്. അത് 3 പേരാണ് ടോട്ടൽ കഴിഞ്ഞ ഈ 30 ദിവസത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട ആൾക്കാർ. അപ്പോൾ വളരെ ചെറിയൊരു സംഖ്യയാണത്. കാഷ്വാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവാണ്. ഇപ്പോൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ റോഡ് ആക്സിഡൻറ്റിൽ ഒരു വർഷം ഏകദേശം 3700-ലധികം ആൾക്കാർ കൊല്ലപ്പെടുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം ആവറേജ് 10 ആൾക്കാർ കേരളത്തിൽ മരിക്കുന്നുണ്ട് റോഡ് ആക്സിഡൻറ്റിൽ. എന്ന് വിചാരിച്ച് നമ്മൾ രാവിലെ റോഡിലേക്ക് ഇറങ്ങാതിരിക്കുന്നില്ല. നമ്മൾ സ്കൂട്ടർ എടുത്തിട്ടും ബൈക്ക് എടുത്തിട്ടും ഹെൽമെറ്റ് ധരിക്കാതെയും ഫാസ്റ്റായിട്ട് പോകുന്ന ബസ്സിൻ്റെ ഓവർടേക്ക് ചെയ്തിട്ടും ക്രോസ് ചെയ്തൊക്കെ നമ്മൾ സഞ്ചരിക്കുന്നുണ്ട്. കാരണം അത് നമ്മൾക്ക് ആ റിസ്ക് പരിചിതമായി എന്നുള്ളതാണ് സത്യം. ഇതുപോലെ ഇങ്ങനെയുള്ളൊരു അന്തരീക്ഷം പരിചിതമായിട്ട് വരുമ്പോൾ ഇതിൻ്റെ മുകളിലൊരു ആശങ്ക നമുക്ക് മാറിക്കിട്ടും. പകരം ഇപ്പോഴും അങ്ങനെ ഒരു റിസ്ക് എലിമെന്റ് ഇപ്പോഴും ബഹ്റിനിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് പരിഭ്രാന്തിയുടെ ആവശ്യം ഇപ്പോഴും തീരെയില്ല. പകരം നമ്മൾ കുറച്ച് മുൻകരുതലുകൾ എടുക്കുക. ഗവൺമെന്റ് പറയുന്ന ചില റെസ്ട്രിക്ഷൻസ്, അവർ പറയുന്ന ചില കാര്യങ്ങൾ പറഞ്ഞ് അത് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇതൊരു ന്യൂ നോർമലായി മാറും. ഈ ന്യൂ നോർമാണ്. ഇപ്പൊ നമുക്ക് ഓൾറെഡി പലർക്കും ഇതായി, പക്ഷെ ചിലർക്ക് ഇനിയും അതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റിയിട്ടില്ല എന്നേ ഉള്ളൂ. അതിന്റെ ഒരു സമയം, അത് ചിലവർ ചില പുതിയ കാര്യങ്ങളായിട്ട് പെട്ടെന്ന് പൊരുത്തപ്പെടും, ചിലവർ കുറേ സമയം എടുക്കും. അപ്പൊ അത് ഡിപ്പെൻഡ്സ് ഓൺ ഓരോരു ഇൻഡിവിജ്വലിന്റെ ഒരു മാനസികമായിട്ടുള്ള ഒരു ഔട്ട്ലുക്കിനെ ഡിപ്പെൻഡ് ചെയ്തെടുക്കുന്ന ഒരു ഫാക്ടറാണ്. പക്ഷെ വേറൊരു ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ തീരെ ഭയപ്പെടേണ്ട ഒരു സിറ്റുവേഷനിലല്ല നമ്മളിപ്പോഴും ഉള്ളത്. അപ്പോൾ ഒരു ഭയം തീരെ ആവശ്യമില്ല, കുറച്ച് കരുതലെടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ബഹ്റിൻ നോക്കുകയാണെങ്കിൽ വിദേശികളുടെ എണ്ണത്തിൽ വളരെ കൂടുതലാണ് ഇന്ത്യക്കാരുടെ എണ്ണം. ഏകദേശം 40% ഇന്ത്യക്കാരാണ്. അപ്പോൾ പലരുടെയും യാത്രാ പദ്ധതികളൊക്കെ ഉണ്ടാകുന്നൊരു കാലഘട്ടം കൂടിയാണ്. ഇത് വെക്കേഷൻ സമയമാണ് സാധാരണഗതിയിൽ. പലരും അതുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് പോകാറുണ്ട്. പക്ഷേ ഇപ്പോൾ അത്യാവശ്യമായി പലരും പോകുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ആശങ്ക ഉള്ളവരും പോകുന്നുണ്ട്. അപ്പോൾ അത്തരം ആളുകളോട് നമ്മൾക്ക് എന്താണ് പറയാൻ സാധിക്കുക? അതുപോലെ ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ഈ കാര്യത്തിലെടുക്കുന്ന നിലപാടുകളെ പറ്റി എന്താണ് നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുക? അതായത് ഈ ഫിയർ ഉണ്ടായതുകൊണ്ട് മാത്രം ഒരാൾ ട്രാവൽ ചെയ്യേണ്ട ഒരു സമയം ഇപ്പോഴും വന്നിട്ടില്ല. അതിന് പകരം ഇപ്പം വളരെ കുറച്ച് ഫ്ലൈറ്റ്സ് മാത്രമാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന കുറച്ച് ഫ്ലൈറ്റ്സിൽ പോകേണ്ടത് എമർജൻസി ട്രാവലേഴ്സാണ്. ഇപ്പോൾ പ്രഗ്നന്റ് വുമൺ, വയസ്സായ ആൾക്കാർ, കുട്ടികൾ, അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും അത്യാഹിത എന്തെങ്കിലും വേറെ എമർജൻസിക്ക് പോകുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ളവർ മാത്രമാണ് അത്ര ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ എല്ലാവരും ഒരു ഫിയറിന്റെ മുകളിൽ ഒരു പാനിക് ട്രാവലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ എമർജൻസിക്ക് പോകേണ്ട ആൾക്കാർക്കും കൂടെ അതൊരു പ്രശ്നമാണ്. അപ്പൊ ഇപ്പോഴും അങ്ങനെ ഒരു എമർജൻസി ട്രാവലിംഗിന്റെ ആവശ്യമില്ല. മാത്രമല്ല, ഈവൺ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരെ ഈ എമർജൻസി ട്രാവലിന് അതിൻ്റെതായ ചില റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട്. അപ്പൊ റിസ്ക് എവിടെയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു യാത്രയുടെ ആവശ്യമില്ല. പിന്നെ ഗവൺമെന്റ് തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ അംബാസിഡർ ഹിസ് എക്സലൻസി വിനോദ് ജേക്കബിനെ കണ്ടിരുന്നു. അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് എംബസി ഇതിൽ വളരെയധികം മോണിറ്റർ ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇന്ത്യ ഗവൺമെന്റുമായിട്ട് നിരന്തരം അവർ സംവദിക്കുന്നുണ്ട്. അവർ ഇപ്പം ഇവിടെ പ്രധാനപ്പെട്ട നമ്മൾക്ക്, പക്ഷേ ഇപ്പം ന്യൂസ് ഓഫ് ബഹ്റിനിലും 4PM നമുക്ക് കിട്ടിയ പല എൻക്വയറീസിലും ഒരു പ്രധാനപ്പെട്ട കാര്യം
ഈ പാസ്പോർട്ട് റിന്യൂവലായിട്ട് ബന്ധപ്പെട്ട് അതെ അതെ ചിലവർ റിന്യൂവലിന് കൊടുത്തിട്ട് പാസ്പോർട്ട് ഇനിയും കിട്ടിയിട്ടില്ല. അത് നാട്ടിൽ നിന്ന് 10-30 ദിവസമായിട്ട് ഡിലേ വന്നിട്ടുണ്ട്. ആ ഡിലേ വന്നവർക്ക് എമർജൻസിയിൽ യാത്ര ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഒരു ഓപ്ഷൻ എന്നുള്ളൊരു ചോദ്യമാണ്. അതിന് എംബസി ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരം തന്നിട്ടുണ്ട്. കാരണം അവർക്ക് അങ്ങനെ ഡെസ്പറേറ്റ് ആയിട്ട് പെട്ടെന്ന് പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ എംബസി ഒരു എമർജൻസി ഔട്ട് പാസ് നൽകുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഇപ്പം ഗൾഫ് എയറിൽ നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ട്രാൻസിറ്റ് വിസ ഗൾഫ് എയർ തന്നെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതല്ല വേറെ പല എയർലൈൻസും റിയാദിൽ നിന്നും ജിദ്ദയിൽ നിന്നൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ പോകാൻ പലരും ചിലപ്പോൾ ഫെയറിന്റെ ഡിഫറൻസോ അല്ല മറ്റ് പല കാരണങ്ങളാൽ അങ്ങനെ പോകണം എന്ന് കരുതുന്നവർക്കില്ല. ഒരു ഓപ്ഷൻ എന്താ വെച്ചാൽ എംബസി അവർക്ക് ലെറ്റർ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, സൗദി അറേബ്യൻ ഗവൺമെന്റ് ഇന്ത്യൻ എംബസിയായിട്ട് വളരെയധികം നന്നായിട്ട് പിന്നെ സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം എംബസി കൊടുത്ത എല്ലാ ഈ പറയുന്ന റിക്വസ്റ്റ് അവരെ അക്സെപ്റ്റ് ചെയ്യും. ട്രാൻസിറ്റ് വിസ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട് ഇനി വരുന്ന ദിവസങ്ങളിലും അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നില്ല ഒരു വിശ്വാസത്തിലാണ്. അതേസമയം ചോദിക്കാനുള്ളത്, ഇപ്പോൾ എയർലൈൻസിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇന്ത്യൻ വിമാന സർവീസ് ഇപ്പോൾ എല്ലാം പ്രൈവറ്റ് കമ്പനികളാണ്. ഇൻഡിഗോ ആയാലും ശരി, എയർ ഇന്ത്യ ആയാലും ശരി, ഇതൊക്കെ പ്രൈവറ്റ് കമ്പനിയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ബഹ്റിനിലെ ഏറ്റവും നിയറസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇപ്പോൾ ദമാമാണ്. ദമാമിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന ഫ്ലൈറ്റിൽ നിന്നും സേവനം നടത്താത്തത്? ഇവിടെയാണ് നമ്മളൊരു പ്രധാനപ്പെട്ട പ്രശ്നം മനസ്സിലാക്കേണ്ടത്. ഇന്ത്യൻ എയർലൈൻസിനെ കുറിച്ച് മാത്രം, അല്ലെങ്കിൽ എയർ ഇന്ത്യനെ കുറിച്ച് മാത്രമാണ് ആൾക്കാർ ചോദിക്കുന്നത്. എയർ ഇന്ത്യ ഇന്ത്യയിലുള്ള മറ്റ് പ്രൈവറ്റ് എയർലൈൻ കമ്പനി പോലെ ഒരു പ്രൈവറ്റ് കമ്പനി മാത്രമാണ്. കാരണം നമ്മൾ ഓൾറെഡി ഗവൺമെന്റ് അത് പ്രൈവറ്റൈസ് ചെയ്ത് കഴിഞ്ഞു. ഈ ഗൾഫിലുള്ള എല്ലാ അംബാസിഡർമാരും എയർ ഇന്ത്യയോടും ഇന്ത്യൻ സിവിൽ ഏവിയേഷനോടും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. എയർ ഇന്ത്യയോട് മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ പ്രൈവറ്റ് എയർലൈൻസിനോടും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എമർജൻസിക്ക് വേണ്ടിയിട്ടുള്ള ചില ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ള ഒരു റിക്വസ്റ്റ് പോയിട്ടുണ്ട്. പക്ഷെ അതേ സമയത്ത് പ്രൈവറ്റ് കമ്പനീസിന്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ അവർ സേഫ്റ്റിയാണ് അധികം പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ സിവിൽ ഏവിയേഷൻ ഇപ്പം റിസ്ക് ഏരിയ എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഒരു ഏരിയയിൽ അവർ പലപ്പോഴും ഫ്ലൈ ചെയ്യാൻ മടി കാണിക്കും. കാരണം അവരതിന്റെ റിസ്ക് എടുക്കൂല. വേറെ ഗൾഫ് എയർ നമ്മുടെ ബഹ്റിന്റെ ഒഫീഷ്യൽ എയർലൈൻസ് ആണ്. അപ്പൊ ഗൾഫ് എയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സർക്കാർ ഇത്തരം ഘട്ടത്തിൽ ചെയ്യേണ്ട ഒരു എന്താ പറയണ്ടേ, എമർജൻസി റിക്വയർമെന്റിന് ഫ്ലൈ ചെയ്യുന്ന ഒരു ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തമാണ് അവർ നമ്മളോട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് ഉപയോഗിക്കുന്നവർ എമർജൻസി ട്രാവലേഴ്സ് മാത്രമായിരിക്കണം, അല്ലാണ്ട് പാനിക് ട്രാവലേഴ്സിന്റെ ആവശ്യമില്ല ഇതിന്. അതാണ് നമ്മളത് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. വേറെ എയർ ഇന്ത്യ സ്വാഭാവികമായിട്ടും ദമാമെന്നും അവർക്ക് റിയാദിൽ നിന്ന് ഫ്ലൈ ചെയ്യേണ്ട ഒരു അത്യാവശ്യ ഘട്ടമാണ് വന്നിരിക്കുന്നത്. കാരണം കുവൈറ്റിലുള്ള പലർക്കും ഇന്ത്യക്കാർക്ക് യാത്ര ചെയ്യാൻ വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷേ ഇവരുടെ റിക്വസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിലും ഇതുവരെ അത് എയർ ഇന്ത്യ പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സത്യമാണ്. ഈവൻ ഇൻഡിഗോവും അത് പരിഗണിച്ചിട്ടില്ല. അടുത്ത തന്നെ അത് പരിഗണിക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല, ഇന്ത്യൻ ഗവൺമെന്റ് സ്വാഭാവികമായിട്ടും ഈ എയർലൈൻസിന് കുറച്ചും കൂടെ പ്രഷർ കൊടുക്കണം. ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണ് എയർ ഇന്ത്യ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം, സൗദി അറേബ്യയായിട്ടും അവിടുത്തെ പിന്നെ എയർപോർട്ട് അതോറിറ്റീസുമായിട്ടും സിവിൽ ഏവിയേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ടാവും. അവർക്ക് ഫ്ലൈ ചെയ്യാനുള്ള പെർമിഷൻ, സ്പെഷ്യൽ ആയിട്ടുള്ള ചില അപ്രൂവൽസ്, അത് കിട്ടാനുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ഞാൻ മനസ്സിലാക്കിയ പോലെ ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ ഗവൺമെന്റുമായിട്ട് വളരെയധികം കോപ്പറേറ്റ് ചെയ്യുന്ന ഒരു സർക്കാരാണ് സൗദി അറേബ്യ. അപ്പോൾ അവിടെ അത്തരം ഒരു പ്രശ്നം സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് വഴി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണ്. ഈ പ്രശ്നം ഇന്ത്യൻ ഗവൺമെന്റിന്റെയും സിവിൽ ഏവിയേഷന്റെയും മുകളിൽ എയർ ഇന്ത്യയുടെ ഒരു താല്പര്യക്കുറവ് തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. അത് പ്രവാസികൾ പ്രതികരിച്ചു തുടങ്ങേണ്ട സമയമായി എന്നാണ് കരുതുന്നത്. അതെ, തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നമുക്കറിയാം, ബഹ്റിനിൽ ഇപ്പോൾ ഫെബ്രുവരി 28 മുതൽ ഈ വെടിവെച്ച മുഴങ്ങിയത് മുതൽ ബഹ്റിനിലെ എല്ലാ മന്ത്രാലയങ്ങളും വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയാണ്. വളരെ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് അവർ നടത്തി വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആഭ്യന്തര മന്ത്രാലയം തന്നെ വൈദ്യുതി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റർ നമുക്ക് എല്ലാവരും തരികയുണ്ട്, നമ്മൾ ഷെയർ ചെയ്യേണ്ട നമ്മുടെ പ്ലാറ്റ്ഫോമുകളൊക്കെ. അപ്പോൾ ഇത്തരം ഒരു യുദ്ധ സാഹചര്യത്തിൽ ഇതിൻ്റെയൊക്കെ പ്രസക്തി എന്താണ്? പലപ്പോഴും ഇത്തരത്തിൽ ഫേക്ക് മെസ്സേജുകളും വരുന്നുണ്ട് പല സ്ഥലങ്ങളും. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒന്ന് വിശദീകരിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ബഹ്റിനിൽ ഞാൻ ഏകദേശം 30 വർഷമായി ജീവിക്കുന്നു. ബഹ്റിൻ പ്രവാസികൾക്ക് എപ്പോഴും മാക്സിമം പ്രൊട്ടക്ഷൻ തന്നൊരു സ്ഥലമാണ്. കോവിഡ് സമയത്ത് ബഹ്റിനിലെ പ്രവാസികൾക്ക് കിട്ടിയ അത്ര സപ്പോർട്ട് വേറൊരു ഗൾഫ് രാജ്യത്തും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ബഹ്റിൻ ഗവൺമെന്റ് പ്രവാസികളുടെ കാര്യത്തിൽ വളരെയധികം കോഷൻ, അതായത് കെയറും കോഷനൊക്കെ ഉള്ള ഒരു സർക്കാരാണ് നമുക്കറിയാം. അപ്പോൾ ബഹ്റിനെ സംബന്ധിച്ചിടത്തോളം അവര് നമ്മൾക്ക് തന്ന ഒരു ജാഗ്രത അല്ലെങ്കിൽ ഒരു നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇൻ കേസ്, കാരണം നിരന്തരമായിട്ട് ഈ സമയത്ത് നമ്മുടെ ശത്രു രാജ്യത്ത് നിന്ന് നിരന്തരം ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുകയും അത് ചിലപ്പോൾ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു ചെറിയ ഒരു ഇൻകൺവീനിയൻസ്, അതായത് ഒരു പവർ സ്റ്റേഷനെ
എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ആ സമയത്ത് ഒരു പവർ കട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പാനിക് ആവാണ്ട് അത് മാനേജ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രയർ ഇൻഫോർമേഷൻ മാത്രമാണത്. നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. പക്ഷെ ബഹറിനെ സംബന്ധിച്ചിടത്തോളം പവർ കട്ട് ഒരു വലിയ പ്രശ്നമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ബഹറിൽ പല ഓപ്ഷൻസ് ഉണ്ട്, ഡിഫറെൻറ്റ് പവർ പ്രൊജക്ട്സ് ഉണ്ട്. മാത്രമല്ല നമുക്കൊരു GCCൻ്റെ ഗ്രിഡ് ഉണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സപ്പോർട്ട് ചെയ്യും. കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുന്നത് വെള്ളത്തിൻ്റെ പ്രശ്നമാണ്. അതിനാണ് നമ്മൾ ഇപ്പം സ്വാഭാവികമായിട്ടും അവരും പറഞ്ഞത് നമ്മൾ അത്യാവശ്യം വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കണം. അത് ഒക്കെ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്ന ആ ഒരു ടൈം പീരീഡിൽ ഉണ്ടാകുന്ന ഇൻകൺവീനിയൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതിലൊന്നും ഒരിക്കലും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ബഹ്റൈൻ ഗവൺമെൻറ്റും ബാക്കിയുള്ള മന്ത്രാലയങ്ങളും വേണ്ട രീതിയിൽ അതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ അനാവശ്യമായിട്ടുള്ളൊരു പാനിക് ഉണ്ടാവേണ്ട. അന്നൊരു കാര്യം വന്ന ഉടനെ ആൾക്കാരൊക്കെ ഓടി തുടങ്ങി, അതിനെക്കുറിച്ച് ചർച്ച തുടങ്ങി, ഇത് പോകും. പക്ഷേ ഓഫ്കോഴ്സ് യു നീഡ് ടു ബി കെയർഫുൾ. നമുക്ക് അത്യാവശ്യം കുടിക്കേണ്ട വെള്ളം നമ്മുടെ കയ്യിൽ വേണം, പവർ ബാങ്ക് വേണം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് സമയത്ത് നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് അറിയാൻ, ചില സമയത്ത് ചൂടുണ്ടെങ്കിൽ കാറിലും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമെങ്കിൽ അതിൽ വേണ്ട ഫ്യൂവൽ വേണം. അങ്ങനെയുള്ള പ്രിക്കോഷൻസ് ആണ്. അത് നല്ല രീതിക്കാണ്. അതിൻ്റെ കൂടുതൽ ഭയപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല, അത്രേ ഉള്ളൂ. ഇപ്പോൾ താങ്കളുടെ അഭിപ്രായത്തിൽ മേഖലയിലെ സംഘർഷം എപ്പോൾ അവസാനിക്കുമെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ സാധിക്കും? ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് കൂടിയില്ല കുറേ നമ്മുടെ ഇതിൻ്റെ ചില സുപ്രധാന സ്ഥാനങ്ങളിലൊക്കെ വഹിക്കുന്ന ആൾക്കാരുമായിട്ട് മീറ്റിംഗ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നിരന്തരം ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ പലപ്പോഴും ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, US പ്രസിഡന്റിനോ അല്ലെങ്കിൽ ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്ററിനോ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിക്കോ പറയാൻ പറ്റാത്ത ഒരു കാര്യം നമ്മൾക്കാർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിന് നമ്മൾക്ക് പറയാൻ പറ്റും ഒരു നാഷണൽ ഇക്വിലിബ്രിയം സ്റ്റേജാണെന്ന് പറയാം. രണ്ട് പേരും ഒരു ബാലൻസിൽ ഇങ്ങനെ നിന്ന് പോകുന്ന ഒരു സമയമാണ്. നമ്മളൊരു പ്രഡിക്ഷൻ, ഫ്യൂച്ചറിനെ കുറിച്ച് പ്രഡിക്റ്റ് ചെയ്യുന്നത് ഇപ്പോഴും ഒരു പരിധി വരെ ഒരു 50% അതൊരു സയൻസ് ആവുകയും ഒരു 50% ആർട്ടാണെന്ന് പറയും. കാരണം അത് നമ്മളൊരു ഇൻറ്റ്യൂഷനും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. ഇതിൽ ഇപ്പോഴത്തെ പ്രഡിക്ഷൻ ബേസ്ഡ് ഓൺ മെനി ഫാക്ടേഴ്സ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡാറ്റ അനാലിസിസ്. അതിൻ്റെ മുഴുവൻ ഡാറ്റകൾ കളക്ട് ചെയ്യും, അത് അനലൈസ് ചെയ്തിട്ട് വിദഗ്ധർ അതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് ഉണ്ടാക്കും. പിന്നെ ഇതിനെല്ലാം വാറിനൊക്കെ ഒരു ഹിസ്റ്റോറിക് പാറ്റേൺ ഉണ്ടാവും. അത് പലപ്പോഴും റിപ്പീറ്റഡായി കാണുന്ന ഒരു നേച്ചറാണ്. എല്ലാറ്റിനും ഒരു റിപ്പീറ്റേഷൻ നേച്ചർ ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് വാറിനും ഒരു റിപ്പീറ്റേഷൻ നേച്ചർ ഉണ്ട്. അപ്പോൾ അത് തുടങ്ങും, അത് എസ്കലേറ്റ് ചെയ്തും അത് ഡീഎസ്കലേറ്റ് ചെയ്യും, പിന്നെ ഒരു കോൾഡ് വാറായിട്ട് മാറുന്നുണ്ടെങ്കിൽ അതിനൊരു പാറ്റേൺ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഉക്രൈനിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈവൻ അർമേനിയയും അസർബൈജാനും തമ്മിൽ പ്രശ്നങ്ങൾ തീരുവാണെങ്കിലും അവിടെയും ഇപ്പോഴും റഷ്യൻ മിലിറ്ററി അവിടെ പെട്രോൾ ചെയ്യുന്നുണ്ട്. ആ ഒരു കോൾഡ് വാർ ഇപ്പോഴും ആക്രമണം ഉണ്ടായേക്കാന്നുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഹൂത്തീസിൻ്റെ ഇഷ്യൂസ് എത്രയോ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഹിസബുള്ള ഇഷ്യൂസ് ഇതുപോലെ നിൽക്കുന്നുണ്ട്. യമൻ്റെ ഇഷ്യൂസ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാറ്റേൺ ഉണ്ട്. ഇപ്പോൾ നടക്കുന്ന എല്ലാ എസ്കലേഷനും ഒരു പാറ്റേൺ ഉണ്ട്. വിദഗ്ധർ പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ ഈ യുദ്ധം എത്ര നാൾ നീളും എന്ന ചോദ്യത്തിനുള്ള ഉത്തരം പലരും പറഞ്ഞത് 45 days നിലയാണ്. അപ്പോൾ ആ 45 days നമ്മൾ എടുക്കലേക്ക് എത്താനായി. അപ്പോൾ യുദ്ധത്തിന് സ്വാഭാവികമായിട്ടും എല്ലാറ്റിനും ഒരു സ്റ്റാർട്ടിംഗ് ഉണ്ട്, അത് എസ്കലേറ്റ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്, അതൊരു പീക്കിലെത്തുന്ന സംഭവമുണ്ട്, പിന്നെ അത് ഡീഎസ്കലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്യുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു എസ്കലേറ്റിംഗ് സ്റ്റേജിലാണ്, പീക്ക് എന്ന് പറയാനില്ല. അപ്പോൾ ഈ പറയുന്ന പ്രഡിക്ഷനിൽ കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്. ഒരു പീക്കിലെത്താനുള്ള ഒരു ഡിലേ ഈ ഒരു യുദ്ധത്തിൽ കാണുന്നുണ്ട്. അത് കുറച്ച് ദിവസം കൂടെ എക്സ്റ്റെൻഡ് ആവും. അപ്പം ചിലപ്പം ഒരു 15 days നില്ലേ വീണ്ടും ഒരു 30 days വരെ എക്സ്റ്റെൻഡ് ആവാം. പക്ഷേ ഞാൻ കരുതുന്നത് ഈ പറയുന്ന യുദ്ധം ഒരിക്കലും നമ്മൾ ഈ ചില യുദ്ധങ്ങളൊക്കെ തീരുമ്പോൾ യുദ്ധം തീർന്നു ഇന്ന് സമാധാനം എന്നൊക്കെ പറയുന്ന ഫ്രണ്ട് ലൈൻ ഹെഡിങ്സ് വരും. പക്ഷെ ഇങ്ങനെ ഒരു ഹെഡിങ് നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കേണ്ട. ഇപ്പൊ ആശങ്കകൾ ഒഴിയുന്നു, ഗൾഫിൽ പ്രവാസികൾക്ക് സമാധാനം, അല്ലെങ്കിൽ ഹോർമൂസ് പിന്നെ കടലെടുക്കിലൂടെ പിന്നെ ഷിപ്പുകൾ പിന്നെ യാത്ര തുടങ്ങി, ഇങ്ങനെയുള്ള വാർത്തകൾ വരും. പിന്നെ കാണാവുന്ന ഒരു സംഭവം, രണ്ടുപേരും ചിലപ്പോൾ നമ്മളെ പിന്നെ ഡ്യൂട്ടി ചെയ്തു എന്നും നമ്മൾ ജയിച്ചു എന്ന് പറയുകയും US അവരുടെ ടാസ്ക് ചെയ്തു എന്നും ഇറാൻ നമ്മൾ തോറ്റില്ല പോരാടി എന്ന് പറയുന്ന രീതിയിൽ അതുകൊണ്ട് എക്സ്റ്റെൻഡ് ആവാം. സ്വാഭാവികമായിട്ടും ഇത് കുറച്ച് നാളും കൂടെ ഒരു കോൾഡ് വാറായിട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് പല വിദഗ്ധരും കാണുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ പെട്ടെന്ന് തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും. ഇപ്പോൾ മാധ്യമ മേഖലയിൽ 27 വർഷത്തോളമായി ടെലിവിഷൻ, പത്രം, റേഡിയോ, ഓൺലൈൻ മീഡിയ, അങ്ങനെ പല മീഡിയകളിലും ഒരേപോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താങ്കൾക്ക് അന്താരാഷ്ട്ര രംഗത്തുള്ള രാഷ്ട്രീയത്തെപ്പറ്റിയും അതുപോലെ നയതന്ത്രത്തെക്കുറിച്ചൊക്കെ നന്നായി അറിയാം. ഇപ്പോൾ 2011 ജനീവയിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ യൂണിവേഴ്സൽ പീരിയോഡിക് റിവ്യൂ, അതിൻ്റെ മീറ്റിങ്ങിൽ ബഹ്റിനെ പ്രതിനിധീകരിച്ചിരുന്നു. ഏക വിദേശ പ്രതിനിധിയായിരുന്നു താങ്കൾ. അതുപോലെ തന്നെ ബഹ്റിൻ രാജകുമാരൻ ഷെയ്ഖ് നാസർ അദ്ദേഹം നയിച്ച പലസ്തീനിലേക്കുള്ള ഔദ്യോഗിക സംഘത്തിലും താങ്കൾ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ആദ്യമായി ഇസ്രായേലിലേക്ക് പോയ ഫ്ലൈറ്റ്, അതിലും ബഹ്റിനെ പ്രതിനിധീകരിച്ച് താങ്കൾ പോവുകയുണ്ടായി.
പിന്നെ അർമേനിയ, അസർബൈജാൻ തുടങ്ങിയ യുദ്ധത്തിന് ശേഷം അവിടെ തെരഞ്ഞെടുപ്പിൽ അവിടെ ഇലക്ഷൻ ഒബ്സർവറായി പങ്കെടുക്കുകയുണ്ടായി. തായ്വാനിലേക്കുള്ള ബഹ്റിൻ ഡെലിഗേഷൻ്റെ പാർട്ടായിരുന്നു. ഇങ്ങനെ ധാരാളം യാത്രകൾ, നയതന്ത്രപരമായിട്ടുള്ള യാത്രകളും താങ്കൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരൊരു സാഹചര്യത്തിൽ ആ അനുഭവങ്ങളെ കുറിച്ചുകൂടി ഒന്ന് നമ്മുടെ പ്രേക്ഷകരോട് പറയാമോ? വളരെ മുൻപാണ് ഞാൻ ഗാസ സന്ദർശിക്കുന്നത്. ഹിസ് ഹൈനസ് ഷെയ്ഖ് നാസറിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് ഗാസയിലൊരു സ്കൂൾ ഡൊണേറ്റ് ചെയ്തിരുന്നു. ആ ഡൊണേഷൻ്റെ പാർട്ടായിട്ടാണ് 2011 ഞങ്ങൾ അവിടത്തേക്ക് യാത്ര ചെയ്യുന്നത്. അന്ന് സ്വാഭാവികമായിട്ടും ഈ 2011 ചില സംഘർഷങ്ങളുടെ ഇടയിൽ കൂടിയിട്ടാണ് ഈജിപ്തിൽ നിന്ന് ഞങ്ങൾ ഗാസ വരെ പോകുന്നത്. അന്ന് ഗാസയിൽ പോയ സമയത്ത് പാലസ്തീനിലെ പല പ്രമുഖ വ്യക്തികളുമായിട്ട് സംസാരിക്കുവാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരുടെ വില്ലേജുകളെ സന്ദർശിക്കാനും അവിടെയുള്ളവരുടെ പ്രശ്നം മനസ്സിലാക്കാനും അവിടെ വ്യത്യസ്ത മേഖലയിലുള്ള ആൾക്കാർ എങ്ങനെയാണ് ഇതിനെയൊക്കെ കാണുന്നത് എന്നുള്ള മനസ്സിലാക്കുവാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു ഐഡിയ അന്ന് പാലസ്തീൻ പ്രശ്നത്തെക്കുറിച്ച് വന്നിരുന്നു. അത് ഞാൻ പലപ്പോഴും നിരന്തരം ആ ആംഗിളിൽ കൂടി കാര്യങ്ങൾ വീക്ഷിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഇതേപോലെ ബഹ്റൈൻ ഇസ്രയേലുമായിട്ട് ടൈസ് നോർമലൈസ് ചെയ്ത സമയത്ത് അന്ന് പോയ ആദ്യത്തെ ഫ്ലൈറ്റിലുണ്ടായ ഏക ഇന്ത്യക്കാരൻ ഞാനായിരുന്നു. അന്നും നമുക്കുണ്ടായ ഒരു ഗുണം, ഇസ്രയേലിലെ ഒട്ടുമിക്ക മന്ത്രിമാരെയും അവിടെയുള്ള പ്രമുഖ വ്യക്തികളെയും നേരിട്ട് കാണാനും അവരുമായിട്ട് ഒരു റൂമിലിരുന്ന് സംവദിക്കാനും വളരെ ഓപ്പൺ ആയിട്ടുള്ള ചർച്ചകൾക്ക് അവർ തയ്യാറാവുകയും ചെയ്തു. അപ്പോൾ അവരുടെ സൈഡും കൂടെ കേൾക്കാനുള്ള ചില സാഹചര്യം എനിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അസർബൈജാൻ പ്രസിഡന്റിന്റെ ഇലക്ഷൻ ഒബ്സർവറായിട്ട് പോയതാണ്. അതിനു മുമ്പും പോയിരുന്നു. അവിടെ അർമേനിയുമായിട്ടുള്ള വാർ കഴിഞ്ഞ സമയത്ത് അർമേനിയയിൽ ആ ബോർഡറിൽ പോയിട്ട് അവിടെ സന്ദർശിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു വാർ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു അട്രോസിറ്റീസ് വളരെ ഭീകരമാണ്. അപ്പം അവിടെ പോയ സമയത്ത് ഞങ്ങൾ അന്ന് മൈനൊക്കെ കുഴിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്, അറിയാലോ. അർമേനിയൻസ് പോകുന്ന സമയത്ത് അവിടെ എല്ലായിടത്തും മൈൻ നിക്ഷേപിച്ചിരുന്നു. അങ്ങനെ യുദ്ധം കഴിഞ്ഞ് പോകുന്ന സമയത്ത് രണ്ടാളും അത് ഒരു ട്രീറ്റിലെത്തുമ്പോൾ ഒരു മൈൻ മാപ്പ് കൊടുക്കും. ആ മൈൻ മാപ്പ് നോക്കിയിട്ടാണ് പിന്നെ അത് ഡിഗ് ചെയ്തിട്ട് അത് നശിപ്പിച്ച് കളയേണ്ടത്. പക്ഷെ ആ കൊടുത്ത മൈനും മാപ്പും പലപ്പോഴും തെറ്റായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ സ്നിഫർ ഡോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അർമേനിയ ബോർഡറിന്റെ സൈഡിലെത്തിയ സമയത്ത് അവിടെ ബറിയൽ ഗ്രൗണ്ട്സ് ഉണ്ട്. ബറിയൽ ഗ്രൗണ്ട്സ് എന്ന് പറഞ്ഞാൽ അസർബൈജാനിൽ നിങ്ങൾക്കറിയാം കൂടുതൽ മുസ്ലിംസ് ആണ്. അവരവിടെ ബറി ചെയ്ത കുറേ ഗ്രേവ് യാർഡ്സ് അതൊക്കെ ഉണ്ടായിരുന്നു. അതിലെ എല്ലാ ബറിയൽ ഗ്രൗണ്ടും കുത്തി തുറന്നിട്ടായുള്ളത്. കുത്തി തുറന്ന സമയത്ത് ഞാൻ അവരോട് ചോദിച്ചു ഇതിൻ്റെ കാരണം എന്താ ചോദിക്കുമ്പോൾ പറഞ്ഞു, അസർബൈജാനിലെ പല ആൾക്കാരും അവരുടെ പല്ല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്വർണത്തിൻ്റെ പല്ലാണ് അവർ വെക്കുക. അപ്പോൾ ആ സ്വർണത്തിൻ്റെ പല്ല് ഈ പട്ടാളക്കാർ അവസാന സമയത്ത് കുത്തി തുറന്നിട്ട് ആ പല്ലെടുത്ത് കൊണ്ടുപോയിരുന്നില്ല. അതിൻ്റെ ഒരു അട്രോസിറ്റി. അപ്പോൾ ഈ യുദ്ധം അങ്ങനെയുള്ള ഒരു സാഡായിട്ടുള്ള സംഭവമാണ്. ഇപ്പോൾ പാലസ്തീനിൽ നമ്മൾ സ്കൂളിൽ ഡൊനേറ്റ് ചെയ്തു. ആ സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ എഴുതി വെച്ച ഒരു ഫോട്ടോ, ഞാൻ അതിൻ്റെ മുമ്പിൽ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതിലെഴുതിയിരിക്കുന്നത് റിവോൾവേഴ്സ് ആൻഡ് ഗൺസ് നോട്ട് അലൗഡ് എന്നാണ്. ഒരു സ്കൂളിൻ്റെ മുമ്പിൽ എവിടെയെങ്കിലും അങ്ങനെ എഴുതി വെക്കേണ്ട ഒരു ഗതികേട് ലോകത്തുണ്ടാവില്ലല്ലോ. അപ്പോൾ ഓരോ രാജ്യത്ത് പോകുമ്പോഴും നമുക്ക് അതിൻ്റെ പൾസ് അറിയാം. ഇപ്പോൾ തായ്വാനിൽ പോകുമ്പോൾ ഇപ്പോൾ അവർ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ ചൈനയുമായിട്ട് ബന്ധപ്പെട്ടതും അവിടുത്തെ ഇഷ്യൂസൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമ്മൾക്കറിയാം. പിന്നെ 2011 ഐക്യരാഷ്ട്രസഭയിൽ പോയ സമയത്ത് ബഹ്റൈൻ്റെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോയ സമയത്ത് അവിടെ കടന്നു വന്ന പല പ്രശ്നങ്ങളും എനിക്ക്. ഇപ്പം ഈ ബഹ്റൈൻ ഇഷ്യൂസിൽ എനിക്ക് തോന്നുന്ന ഒരു വലിയ കാര്യം ഇവിടുത്തെ എക്കണോമിക് ഇമ്പാക്റ്റാണ്. അതധികം കണ്ടിന്യൂ ചെയ്യാണ്ട് നമ്മൾ പ്രവാസികൾക്ക് ചെയ്യാൻ പറ്റുന്ന കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ് നമ്മൾ ഫോക്കസ് ചെയ്യും, ഈ എക്കണോമിനെ താങ്ങി പിടിക്കുക എന്നുള്ള ഒരു വലിയ കർമ്മമാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ പ്രവാസികൾ നാട്ടിൽ തിരിച്ചു പോയാൽ നമുക്ക് വലിയ ഓപ്ഷൻ ഒന്നും ഇപ്പോൾ ആർക്കും അവിടെ എടുത്തു വെച്ചിട്ടില്ല. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ എക്കണോമിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ബഹ്റൈൻ എക്കണോമി നിലനിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് സപ്പോർട്ടില്ല. അപ്പോൾ ഈ എക്കണോമിനെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവിധ നമ്മൾ ചെറിയ ഓണ്ടർപ്രണേഴ്സ് ആയാലും വർക്ക് ചെയ്യുന്നവരായാലും വേറെ ഫോക്കസ് മാറ്റങ്ങളിലാണ് അവരവർ ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റായി ചെയ്ത് അത് സ്റ്റെബിലൈസ് ചെയ്യാന്നുള്ളതാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ പ്രവാസികൾ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, ഇവിടെ പലപ്പോഴും പോലീസ് മീഡിയ ഇൻഫോം ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾക്ക് നിരന്തരം അവർ അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ തരാറുണ്ട്. നമ്മൾ ഇവിടുത്തെ വീഡിയോ പകർത്തുക, ഫോട്ടോ എടുക്കുക, അതൊരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവമാണ്. അത് എത്ര പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർ ഇപ്പോഴും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സംഭവം. ഇപ്പോൾ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും അത് പോകുന്നുണ്ട്. പക്ഷെ അതിൽ മനസ്സിലാക്കേണ്ട ഒരു ഡേഞ്ചർ, നിങ്ങളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എത്ര മുന്നോട്ട് നമ്മൾ ആ ഫോട്ടോ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാലും
അത് ഏതെങ്കിലും ഒരു റോങ് സോഴ്സിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ആ പെർട്ടിക്കുലർ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, എടുത്ത സമയം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അവിടെ ഉള്ള ബിൽഡിങ്സ് അസസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ലൊക്കേഷൻ അക്യുറസിയും അത് ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളുമാണ്. നമ്മളൊരു ഇൻഫർമേഷൻ ഒരു ഫോട്ടോ എടുത്തിട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ടോ നമ്മൾ ചിലപ്പോൾ നമ്മൾ അടുത്ത സുഹൃത്തിനേക്ക് അയച്ചു കൊടുക്കുന്നത്, നാട്ടിൽ ചിലപ്പോൾ അമ്മക്കോ അല്ലെങ്കിൽ അച്ഛനോ സഹോദരിക്കോ അയക്കുക, അവർ വേറെ സ്ഥലത്തേക്ക് ആ ഇൻഫർമേഷൻ കൊടുക്കുകയും ആ ഇൻഫർമേഷൻ വീണ്ടും ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആവുകയും ചെയ്ത് കഴിഞ്ഞാൽ അവസാനം കിട്ടുന്ന വ്യക്തി ചിലപ്പോൾ അത് വേറെ രീതിയിൽ മിസ്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ട്രാക്ക് ചെയ്യാൻ ഇവിടെ സംവിധാനങ്ങളുണ്ട്. ഓരോ ഫോട്ടോക്കും നമ്മൾ എടുക്കുന്ന ഓരോ ഫോട്ടോഗ്രാഫ്സിനും അതിൻ്റെതായ യുണീക്ക് സിഗ്നേച്ചർ ഉണ്ട്. അപ്പം നമ്മൾ ലക്ഷക്കണക്കിന് ഫോട്ടോ ഉണ്ടെങ്കിലും ഈ ഓരോ ഫോട്ടോക്കും നമ്മുടെ DNA പറയുന്ന പോലെ നമ്മുടെ സെല്ല് പറയുന്നത് അതിന്റെ ഓണർഷിപ്പ് ആരാന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് പലതരം മെത്തേഡ്സ് ഉണ്ട്. ഈവൻ ക്ലൈമറ്റ് വെച്ചിട്ടും പിന്നെ ഈ പറയുന്ന കണക്ക് ഡിജിറ്റൽ ആയിട്ടുള്ള പല ടൂൾസ് യൂസ് ചെയ്തിട്ടൊക്കെ അവർക്ക് അത് റിക്കവർ ചെയ്യാൻ പറ്റും. റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഫൈൻ ഉണ്ടാവും, അതിന് പണിഷ്മെന്റ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരു വേണ്ടാത്ത കാര്യത്തിന് ഇപ്പോഴും ചിലവർ പോകുന്ന ഒരു കാര്യം വളരെയധികം ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് പ്രവാസികൾ ചെയ്തുകൂടാത്ത കാര്യമാണ്. പിന്നെ അനാവശ്യമായിട്ട് ഇപ്പം ഈ രാജ്യത്തിൻ്റെ ഇമോഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. ഈ രാജ്യം എന്ന് കടന്നു പോകുന്ന ഒരു വലിയ സങ്കീർണമായ ഒരു പ്രശ്നത്തെ കൂടിയിട്ടാണ്. ഇവിടുത്തെ ഭരണാധികാരികൾ നമ്മൾ എത്രയോ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജീവിച്ചത് നമ്മുടെ കുടുംബവും അല്ലെങ്കിൽ നമ്മുടെ കേരളം എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനം തന്നെ നിലനിൽക്കുന്നതും ഒരു പരിധിവരെ ഗൾഫ് രാജ്യത്തിൻ്റെ ഒരു കരുതലിനും താങ്ങിനും തണലിലുമാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം അവർ കൂടെ നിൽക്കുക. ആ സർക്കാർ ചെയ്യുന്ന എല്ലാവിധ സംവിധാനങ്ങളും കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അവർക്കെല്ലാം മാക്സിമം സപ്പോർട്ട് കൊടുക്കുക. നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ, നമ്മൾ ഈ പ്രവൃത്തിക്ക് എന്തിനു വേണ്ടിയിട്ടാണോ നമ്മളിവിടെ വന്നു ആ പ്രവൃത്തിയിൽ നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുക എന്നുള്ളതാണ് മാത്രമാണ് എൻ്റെ ഈ സമയത്തുള്ള ഒരു അഡ്വൈസ്. ഈവൻ വിദ്യാഭ്യാസ രംഗം ഏത് രംഗമായാലും ഗവൺമെൻറ് അതുപോലെ മുമ്പോട്ട് പോവാണ്. പ്രത്യേകിച്ച് ഒരു നിർത്താതെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ബഹ്റിൻ ചേംബർ ഓഫ് കൊമേഴ്സ് തെരഞ്ഞെടുപ്പ് പോലും എനിക്കൊന്നും സംഭവിക്കാത്ത പോലെയാണ് ഈ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഗവൺമെൻറ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അഥവാ വലിയ സംഘർഷം മൂർച്ഛിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി ഭീതികരമായ സാഹചര്യത്തിൽ പോവുകയാണെങ്കിൽ ഇന്ത്യൻ പ്രവാസികളുടെ ഒരു ഇവാക്വേഷൻ പ്ലാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളും ഇവിടെ ധാരാളമായി ഉണ്ട്. അങ്ങനെയൊക്കെ സാധിക്കുമോ? പ്രാക്ടിക്കലായി പറഞ്ഞു കഴിഞ്ഞാൽ നിയർ ടു ഇമ്പോസിബിൾ ആണ്. ഇവാക്വേഷൻ എന്തുകൊണ്ട് പോസിബിൾ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഇപ്പോൾ ഈ പ്രോബ്ലം എസ്കലേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇപ്പോഴ് നമ്മൾ എടുക്കുന്ന ഒരു റിസ്ക് ഉണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട്. ആ ട്രാവലിംഗ് കൂടെ നിൽക്കും. ഈവൻ ഷിപ്പും എയറും കരയും ഒന്നും കടലും ഒന്നും നമ്മൾക്ക് സഞ്ചാര യോഗ്യമല്ലാത്ത ഒരു സ്ഥലമായിട്ട് മാറും. അപ്പോൾ അത് നമ്പർ 1. രണ്ടാമത്തെ കാര്യം, ഒരിക്കലും നമ്മൾക്ക് ഈ പറയുന്ന ഗൾഫിൽ ഏകദേശം 80 ലക്ഷത്തിലധികം ആൾക്കാരുണ്ട് ഇന്ത്യക്കാർ. ഇവരൊക്കെ ഇവാക്യുവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. ആ സമയത്ത് ബഹ്റിൻ ഗവൺമെൻറ് തരുന്ന കരുതലിൽ അവർ പറയുന്ന നിർദ്ദേശങ്ങളിൽ നമ്മൾ ജീവിച്ചു തുടങ്ങുക എന്നുള്ളതാണ് അതിൻ്റെ ഒരേ ഒരു ഓപ്ഷൻ. അത് നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെടുക, അതുമായിട്ട് ആ ജീവിത സാഹചര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പിന്നെ പതുക്കെ യാത്ര ചെയ്യേണ്ടവർ കാര്യങ്ങളൊക്കെ കുറേം കൂടെ ബെറ്റർ ആയി കഴിഞ്ഞാൽ പോകാമെന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും സേഫ് ഇപ്പോൾ എവിടെയും പോകാണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സേഫ് തന്നെയാണ്, 100% സേഫ്റ്റിയാണ്. കാരണം ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒരു എന്താ പറയണ്ടേ സിവിലിയൻ ഏരിയയിലേക്കുള്ള ഒരു അറ്റാക്ക് ഇവിടെ ഉണ്ടായിട്ടില്ല. സ്ട്രാറ്റജിക് ലൊക്കേഷനിലാണ്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ യുദ്ധത്തിൽ കുറേം കൂടെ എത്തിക്കലായിട്ട് കുറേ കാര്യങ്ങൾ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്രയധികം പറയേണ്ട ഒരു പ്രശ്നം ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇവാക്വേഷൻ ഞാൻ പറയുന്നത് 99.9% നടക്കാത്ത കാര്യമാണ്. എന്തായാലും നമുക്കിവിടെ ഇത് അവസാനിപ്പിക്കാൻ തോന്നുന്നു. എന്തായാലും നമ്മളെപ്പോഴും പറഞ്ഞ ഈ കാലവും കഴിഞ്ഞു പോകട്ടെ എന്ന് മാത്രമാണ് ഞങ്ങളുടെ ആഗ്രഹം. പരമാവധി ഈ പറഞ്ഞ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഫേക്ക് ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യാതിരിക്കുക. ഞങ്ങളുടെ മീഡിയ അത് ചെയ്യാറില്ല. നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുന്നതാണ്. ന്യൂസ് ഓഫ് ബഹ്റിനായാലും 4P ന്യൂസ് ആയാലും ഡെയിലി ട്രിബ്യൂൺ ആയാലും ഒക്കെ ഞങ്ങളുടെ ഔദ്യോഗിക മാധ്യമങ്ങളെ ആശ്രയിക്കുക. വാർത്തകൾക്ക് വേണ്ടി കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങളെപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നന്ദി, നമസ്കാരം. നന്ദി.